വലിയ വലിയ അപ്പാർട്ട്മെൻറ്റുകളൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഇടനിലക്കാരായിട്ടുള്ള ആളുകൾ കുറവാണ് എന്ന് തോന്നിപ്പോകും. ഒന്നുകിൽ ലോ ഫാമിലി ഇല്ലെങ്കിൽ ഹൈ ഫാമിലി ഇങ്ങനെയുള്ള ആളുകളാണ് ഇവിടെ കൂടുതലും എന്ന് തോന്നിപ്പോകുന്നുണ്ട്. കാരണം ഇവിടെ നാട്ടിലെല്ലാം തന്നെ ഇടനിലക്കാരായിട്ടുള്ള ആളുകളാണല്ലോ കൂടുതലും ഉള്ളത്. ലോ ഫാമിലി കുറവാണ്, ഹൈ ഫാമിലിയും കുറവാണ് എങ്കിൽ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഹൈ ഫാമിലി ആയിട്ടുള്ള ആളുകളാണ് കൂടുതൽ, ഇടനിലക്കാരായിട്ടുള്ള ആളുകൾ കുറവാണ്, ലോ ഫാമിലി ആണ് കൂടുതൽ എന്നുള്ളതാണ് ഇവിടുത്തെ വിശേഷത. കാരണം കൃഷിയുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണല്ലോ ഇവിടെ കൂടുതലായിട്ട് നടക്കുന്നത്. അപ്പോൾ ഉള്ള ആളുകൾ കൂടുതൽ സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്നുണ്ട്. അവിടെ ഈ ഒരു ലോ ഫാമിലിയിൽപ്പെട്ട ആളുകളാണ് വർക്ക് എടുക്കുന്നത്. പണ്ട് കാലങ്ങളിൽ ജന്മി സമ്പ്രദായം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല. ആ ഒരു ഹിസ്റ്ററി നമ്മളുടെ മനസ്സിലേക്ക് ഇങ്ങനെ കയറി വരും ഇവിടുത്തെ സിറ്റുവേഷൻസൊക്കെ കാണുമ്പോൾ എന്നുള്ളതാണ്. നമുക്ക് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കേണ്ട സമയമായിട്ടുണ്ട്. അങ്ങനെ ചെറിയൊരു കട കിട്ടിയപ്പോൾ കയറിയതാണ്. നമ്മുടെ നാട്ടിലെ ആ ഒരു പൊറോട്ട ഇവിടെ കിട്ടി എന്നുള്ളതാണ്. റെഡിമെയ്ഡ് പൊറോട്ട കൊണ്ടുവന്നിട്ട് ചൂടാക്കി തരുന്നൊരു സിസ്റ്റമാണ് ഇവിടെ ഉള്ളത്. മേടിച്ചിട്ടുള്ള ചിക്കൻ ചില്ലിയാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. ആ ഒരു സാധനത്തിനാകെ 70 രൂപ വരുന്നുള്ളൂ എന്നുള്ളതാണ്. 1/4 കിലോ 70 രൂപ.